BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പി.വി. അൻവറും സി.കെ. ജാനുവും യു.ഡി.എഫിൽ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ധാരണ. പി.വി. അൻവറും സി.കെ. ജാനുവും യു.ഡി.എഫിൽ അസോസിയേറ്റ് അംഗങ്ങളാക്കുവാൻ യു.ഡി.എഫ് യോഗത്തിൽ ധാരണയായി. ഇരുവർക്കും പുറമെ വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും മെമ്പറായി പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫുമായി സഹകരിച്ചവരെയാണ് അസോസിയേറ്റ് അംഗങ്ങളാക്കുവാൻ തീരുമാനമായത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു.ഡി.എഫിന്റെ അടിത്തറ വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തിൽ കൂടിയാണിത്. ജോസ് കെ മാണി വിഭാഗത്തെ കൂടി അസോസിയേറ്റ് മെമ്പർഷിപ്പിലേക്കോ മുന്നണിയിലേക്കോ പരിഗണിക്കാമെന്നുള്ള കാര്യം ചർച്ച ചെയ്തെങ്കിലും പി.ജെ. ജോസഫ് അടക്കമുള്ളവർ ആ അജണ്ടയെ തന്നെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം. ബി.ജെ.പി. പ്രവർത്തകൻ അറസ്റ്റിൽ. പാലക്കാട് പുതുച്ചേരിയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണം. ബി.ജെ.പി. പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുച്ചേരി കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് പുതുച്ചേരിയിൽ വെച്ച് പ്രതി കുട്ടികൾ അടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കുട്ടികൾ ഉൾപ്പെട്ട കരോൾ സംഘം പുതുച്ചേരിയിൽ പാടിക്കൊണ്ടിരിക്കെ പ്രതി ഇവരെ തടയുകയും ആക്രമിക്കുകയുമായിരുന്നു. കരോൾ സംഘം ഉപയോഗിച്ചിരുന്ന ബാൻഡിൽ സിപിഐഎം എന്ന് എഴുതിയിരുന്നതിനെ ചോദ്യം ചെയ്ത അശ്വിൻ രാജ് കുട്ടികളുടെ അടുത്തേക്കെത്തി ബാൻഡ് പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചതായാണ് പരാതി. ഇതോടെ ഭയന്ന കുട്ടികൾ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് സിപിഐഎം പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കസബ പോലീസ് അശ്വിൻ രാജിനെ അറസ്റ്റ് ചെയ്തത്. കേരളത്തെ ആൾക്കൂട്ടക്കൊലകളുടെ സംസ്ഥാനമാക്കി മാറ്റുവാൻ അനുവദിക്കില്ല, പ്രതികളോട് വിട്ടുവീഴ്ചയില്ല. ബിനോയ് വിശ്വം. കേരളത്തെ ആൾക്കൂട്ടക്കൊലകളുടെ സംസ്ഥാനമാക്കി മാറ്റുവാൻ അനുവദിക്കില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വാളയാറിലെ കൊലപാതക സംഘം ഒരു അന്യസംസ്ഥാനക്കാരനെ തല്ലിക്കൊന്നപ്പോൾ ആക്രോശിച്ചത് ബംഗ്ലാദേശിയല്ലേ എന്നാണ്. ഫാസിസ്റ്റ് ആക്രമണങ്ങളുടെ വേദിയാക്കി കേരളത്തെ മാറ്റാമെന്ന് ആർഎസ്എസോ ബിജെപിയോ കരുതേണ്ട. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നാണ് ഇന്നലെ മോഹൻ ഭാഗവത് പറഞ്ഞത്. എന്നാൽ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമല്ല, മതേതര രാജ്യമാണ്. മതേതരത്വത്തിൽ കൈവയ്ക്കാനാണ് ആർഎസ്എസ് മേധാവി ശ്രമിക്കുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അക്രമികളോട് എൽഡിഎഫ് സർക്കാർ വിട്ടുവീഴ്ച കാണിക്കില്ല. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകുമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ബിനോയ് വിശ്വം വ്യക്തമാക്കി. സിപിഐഎമ്മിനെ ജനം തൂത്തെറിയും. സിപിഐഎം അക്രമങ്ങൾ നടത്തുന്നത് സർവനാശത്തിന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് പരാജയം ഉൾക്കൊള്ളുവാൻ സിപിഐഎം തയ്യാറായിട്ടില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. പെരിന്തൽമണ്ണ നഗരസഭ യു.ഡി.എഫ് പിടിച്ചെടുത്തതിന്റെ അസ്വസ്ഥതയാണ് സിപിഐഎമ്മിന്. തോൽവി സിപിഐഎമ്മിന് ഉൾക്കൊള്ളാനാകുന്നില്ല. സിപിഐഎമ്മിനെ ജനം തൂത്തെറിയും. മലപ്പുറത്തെ ജനങ്ങൾ സിപിഎമ്മിനെ മൈക്രോ മൈനോറിറ്റിയാക്കി മാറ്റി. അത് അംഗീകരിക്കുവാനുള്ള പ്രയാസമാണ് ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കളമശ്ശേരിയിൽ ആരോപിച്ചു. പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസ് തകർത്തതിൽ പ്രതിഷേധിച്ച് യു.ഡി.എഫ് ഇന്ന് പെരിന്തൽമണ്ണയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഹർത്താൽ പിൻവലിച്ചത്. കന്നഡ സൂപ്പർ താരങ്ങളായ ശിവരാജ് കുമാർ, രാജ് പി ഷെട്ടി, ഉപേന്ദ്ര എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രശസ്ത കന്നഡ സംഗീത സംവിധായകൻ അർജുൻ ജന്യ രചിച്ച് സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം 45ന്റെ ട്രെയിലർ പുറത്ത്. അർജുൻ ജന്യ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സൂരജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീമതി ഉമ രമേശ് റെഡ്ഡി, എം രമേശ് റെഡ്ഡി എന്നിവർ ചേർന്നാണ്. ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നതും സംവിധായകനായ അർജുൻ ജന്യ തന്നെയാണ്. ഡിസംബർ 25-ന് ചിത്രം ആഗോള റിലീസായി എത്തും. ഫാന്റസി, ആക്ഷൻ, ഇമോഷൻ എല്ലാം കോർത്തിണക്കിയ ഒരു കംപ്ലീറ്റ് മാസ് സ്റ്റൈലിഷ് എന്റർടൈനറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ബ്രഹ്മാണ്ഡ ക്യാൻവാസിൽ ഒരുക്കിയ ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നാണ് ട്രെയിലർ കാണിച്ചു തരുന്നത്. ഗംഭീര ലുക്കിലാണ് ചിത്രത്തിന്റെ പ്രധാന താരങ്ങളെ എല്ലാവരെയും അവതരിപ്പിച്ചിരിക്കുന്നത്. കന്നഡ സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളും മേക്കിംഗുമായിരിക്കും ചിത്രത്തിൽ ഉള്ളതെന്നും ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഗർഭിണിയായ 19-കാരിയെ പിതാവും ബന്ധുക്കളും ചേർന്ന് വെട്ടിയും അടിച്ചും കൊന്നു. കർണാടകയിൽ വീണ്ടും ദുരഭിമാന കൊല. കർണാടക ഹുബ്ബള്ളിയിൽ ദുരഭിമാന കൊല. ഗർഭിണിയായ 19-കാരിയെ പിതാവും ബന്ധുക്കളും ചേർന്ന് വെട്ടിയും അടിച്ചും കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും പരിക്കേറ്റു. കേസിൽ പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഇന്നലെ രാത്രി ഹുബ്ബള്ളിയിലെ ഇരാംതിരുപ്പൂർ
ഗ്രാമത്തിലാണ് ദാരുണ കൊലപാതകം. പ്രദേശവാസി വിവേകാനന്ദന്റെ ഭാര്യ മന്യത പാട്ടീലാണ് കൊല്ലപ്പെട്ടത്. കേസിൽ മാന്യതയുടെ പിതാവ് പ്രകാശ് ഗൌഡ പാട്ടീൽ, ബന്ധുക്കളായ അരുൺ, വീരണ്ണ എന്നിവരെ ഹുബ്ബള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രണയത്തിലായിരുന്ന മാന്യതയും വിവേകാനന്ദും വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ജൂൺ 19 രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇതിനുശേഷം ഹാവേരിയിലേക്ക് താമസം മാറ്റി. ഇരു വീട്ടുകാരെയും വിളിച്ച് പോലീസ് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിവരികയായിരുന്നു. മുഹമ്മദ് യൂനുസിന്റെ സർക്കാർ പരാജയം. വിദേശ നയം നിയന്ത്രിക്കുവാൻ ഭീകരവാദികളെ അനുവദിക്കുന്നു. വിമർശിച്ച് ഷെയ്ഖ് ഹസീന. ഇന്ത്യയുടെ ആശങ്കകൾ ന്യായമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് അടിസ്ഥാനപരമായ ബന്ധമാണ്. ബംഗ്ലാദേശിലെ അക്രമങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മുൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുഹമ്മദ് യൂനുസ് സർക്കാർ പരാജയമെന്നും വിമർശനമുണ്ട്. മുഹമ്മദ് യൂനുസ് വിദേശ നയം നിയന്ത്രിക്കുവാൻ ഭീകരവാദികളെ അനുവദിക്കുന്നു. സംഘർഷങ്ങൾ ഉയരുമ്പോൾ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കെതിരായ പ്രസ്താവന നിരുത്തരവാദിത്തപരമെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഷെരീഫ് ഒസ്മാൻ ഖാദിയുടെ കൊലപാതകത്തിലൂടെ തന്റെ സർക്കാരിനെ അട്ടിമറിച്ച നിയമവാഴ്ച ഇല്ലായ്മയാണ് പ്രതിഫലിക്കുന്നത് എന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയുടെ വിമർശനം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.